നമസ്കാരം. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി. ശിവൻകുട്ടിയും തമ്മിലുള്ള പോര് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വാർത്തകളിൽ നിറയുന്നത് ഇതുതന്നെയാണ്. എത്ര തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും ഒരു വർഗീയ സംഘടനകളുടെയും പിന്തുണ തങ്ങൾക്ക് വേണ്ട എന്ന അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ച നേതാവാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സതീശന് ധൈര്യമുണ്ടെങ്കിൽ നേമത്ത് വന്ന് ബി.ജെ.പിക്കെതിരെ മത്സരിക്കാമെന്നാണ് വി. ശിവൻകുട്ടിയുടെ വെല്ലുവിളി. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ബി.ജെ.പി ഒരു MLA സൃഷ്ടിച്ചത് നേമം നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ്. എന്നാൽ ആ നേമത്ത് ബി.ജെ.പിയുടെ അക്കൗണ്ട് പൂട്ടിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരനെ പോലെയുള്ള മുതിർന്ന നേതാവിനെ മത്സരിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് അവിടെ CPM-ന് ജയിച്ചു കയറാൻ കഴിഞ്ഞത്. സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിനെതിരെ, സംഘപരിവാറിന്റെ വിഭജന വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ സന്ധിയില്ലാത്ത സമരം നടത്തുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ബി.ജെ.പിക്കെതിരെ പോരാടാൻ പഠിപ്പിക്കേണ്ട എന്നാണ് കോൺഗ്രസ് പ്രവർത്തകന്മാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ശിവൻകുട്ടിയും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും തമ്മിലുള്ള വാക്പോര അണികൾ കൂടി ഏറ്റുപിടിച്ചിരിക്കുകയാണ്. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ ഇന്ത്യയുടെ മണ്ണിൽ മുട്ടുകുത്തിച്ച, ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന്റെ പൊൻവെളിച്ചത്തിലേക്ക് കൈപിടിച്ചാനയിച്ച മഹാത്മാഗാന്ധിയുടെ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ രാജ്യത്തെ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവനെയും സിഖുകാരനെയും ജൂതനെയും പാഴ്സിയെയും ഒരേ മനസ്സോടുകൂടി കണ്ട, ഉരമ പെറ്റ മക്കളെ പോലെ കാത്തു സൂക്ഷിച്ച, അവസാനം ഒരു മതഭ്രാന്തന്റെ വെടിയുണ്ടെങ്കിൽ ഇടനെഞ്ചിലേറ്റ, തന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഏറ്റവും അധികം ആരാധിക്കുന്ന രാമഭഗവാന്റെ നാമതയും ഉരുവിട്ടി ലോകത്ത് നിന്ന് പിടഞ്ഞു വീണുപോയ മഹാത്മാഗാന്ധിയുടെ ഓർമ്മകൾ തുളുമ്പുന്ന ദിനം കൂടിയാണിന്ന്. അദ്ദേഹം മരിച്ച ദിവസം ഗാന്ധിയുടെ രക്തസാക്ഷി ദിനം. ഈ രക്തസാക്ഷി ദിനത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം രാജ്യത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും പ്രതിജ്ഞയെടുക്കുകയാണ്. വർഗീയ രാഷ്ട്രീയത്തിനെതിരെ സന്ധിയില്ല പോരാട്ടം നടത്താൻ ഞങ്ങൾ തയ്യാറാണെന്ന്. അതേ ദിവസം തന്നെയാണ് ശിവൻകുട്ടി കോൺഗ്രസിന്റെ നേതാക്കന്മാരെ, മന്ത്രി വി. ശിവൻകുട്ടി വീണ്ടും വീണ്ടും സംഘപരിവാർ അനുകൂലികളാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്. വി. ശിവൻകുട്ടിയുടെ ലക്ഷ്യം എന്താണ്? എന്താണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ലക്ഷ്യം വെക്കുന്നത്? ആർക്കനുകൂലമായി കേരളം ചിന്തിക്കും? വി. ശിവൻകുട്ടിയുടെ രാഷ്ട്രീയ നാടകം കേരളത്തിൽ വേവുമോ? നമുക്ക് കണ്ടറിയാം, വിശദമായി പരിശോധിക്കാം എന്താണ് ശിവൻകുട്ടി ലക്ഷ്യം വെക്കുന്നതെന്ന്. PS സൗപർണികയാണ് കൂടിയുള്ളത്. അതായത് വി. ശിവൻകുട്ടി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം RSSന്റെ ആളാണ്, BJPയുടെ ആളാണെന്നല്ല. അതോടൊപ്പം തന്നെ ഒരു വെല്ലുവിളി കൂടി കടത്തി, നേമത്ത് മത്സരിക്കാൻ തയ്യാറാണെന്ന്. നേമം പോലെ ഒരു മണ്ഡലത്തിൽ, കേരളത്തിൽ ആദ്യമായി BJP വിജയിച്ച, ഒ രാജഗോപാൽ വിജയിച്ച മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ 2021 BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. അവിടെ കെ മുരളീധരനെ പോലെയുള്ള കേരള രാഷ്ട്രീയത്തിലെ ക്രൗഡ് പുള്ളറായ ഒരു നേതാവിനെ ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും അവരുടെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുകയും കെ മുരളീധരൻ പിടിച്ച വോട്ടുകളാണ് അവിടെ ഇടതുമുന്നണിക്ക് ജയിക്കാനുള്ള സംവിധാനം നൽകുന്നത്, അല്ലെങ്കിൽ ജയിക്കാനുള്ള വോട്ടാക്കി മാറ്റുന്നത്. അവിടെ മാത്രമല്ല, പല മണ്ഡലങ്ങളിലും BJPക്കെതിരെ നിലപാടെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. ഈ ശ്രീധരനെ മുൻനിർത്തി 2021 പാലക്കാട് മണ്ഡലം പിടിച്ചെടുക്കാൻ BJP രാവും പകലും മെനക്കെട്ടപ്പോൾ അവിടെ BJPയുടെ അക്കൗണ്ട് തുറക്കാതെ കാത്തു സൂക്ഷിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് ഈ ശ്രീധരനെ പരാജയപ്പെടുത്തുന്നത്. തൊട്ടപ്പുറത്ത് നമ്മൾ മഞ്ചേശ്വരത്തേക്ക് പോകുമ്പോൾ, മഞ്ചേശ്വരത്ത് BJPക്ക് വലിയ സ്വാധീനമുള്ള നിയോജക മണ്ഡലമാണ്. ആ മഞ്ചേശ്വരത്തെ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ്, അല്ലെങ്കിൽ അക്കൗണ്ട് തുറക്കാതിരിക്കാൻ രാവ് പകലാക്കി പോരാട്ടം നടത്തുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. കാസർഗോഡ് ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. ഇത്തരത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളെല്ലാം അവിടെ പ്രതിരോധിച്ചു നിർത്തുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, UDF-ഉം ഐക്യ ജനാധിപത്യ മുന്നണിയുമാണ്. രാജ്യത്താകമാനം സംഘപരിവാറിനെതിരെ സമാനതകളില്ലാത്ത പോരാട്ടം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആസാമിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് സംഘപരിവാർ വംശീയ രാഷ്ട്രീയം പുറത്തെടുത്ത വിദ്വേഷ രാഷ്ട്രീയം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ നടത്തുമ്പോൾ അവിടെ പ്രതിരോധത്തിന്റെ കവചം തീർക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഡൽഹി രാജ്യതലസ്ഥാനത്ത് JNU സർവകലാശാലയിലും ഡൽഹി യൂണിവേഴ്സിറ്റിയിലടക്കം സംഘപരിവാറിനെതിരെ പോരാട്ടം നടത്തുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. നരേന്ദ്രമോദിയുടെ ജന്മദേശമായ സംഘപരിവാറിന്റെ ഈറ്റില്ലവും പോറ്റില്ലവും എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഗുജറാത്തിൽ സർവകലാശാലകൾക്കകത്ത് അഹമ്മദാബാദ്, വഡോദര സർവകലാശാലകളിലെല്ലാം സംഘപരിവാറിനെതിരെ നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടന NSUI ആണ്. ഗുജറാത്തിൽ BJPക്കെതിരെ നേർക്കുനേർ പോരാടുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. തൊട്ടപ്പുറത്തെ സംസ്ഥാനമായ കേരളത്തോട് അതിർത്തി പങ്കിടുന്ന, കേരളത്തിന്റെ മുത്തങ്ങയോടും അതോടൊപ്പം തന്നെ കാസർഗോഡിനോടും അതിർത്തി പങ്കിടുന്ന, മഞ്ചേശ്വരത്തോടും അതിർത്തി പങ്കിടുന്ന
കർണാടകയിൽ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി താമര വിരിഞ്ഞ സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. തൊട്ടപ്പുറത്ത് തെലങ്കാനയിൽ BRS-നെ കൂട്ടുപിടിച്ച് അവിടെ അധികാരത്തിൽ വരാൻ ശ്രമിച്ച ബി.ജെ.പിയുടെ എല്ലാ മോഹങ്ങളും തല്ലിക്കെടുത്തി രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ കേരളത്തിൽ സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ സമാനതകളില്ലാത്ത പോരാട്ടം നടത്തുന്ന കോൺഗ്രസിനെയും ഇന്ന് നിയമസഭയ്ക്കകത്ത് കോൺഗ്രസിന് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെയും അപമാനിക്കാൻ അവഹേളിക്കാനാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി. ശിവൻകുട്ടി ശ്രമിക്കുന്നത്. അദ്ദേഹം നേമത്ത് മത്സരിക്കാൻ വി.ഡി. സതീശനെ വെല്ലുവിളിക്കുകയാണ്. തിരിച്ച് കോൺഗ്രസ് പറയുകയാണ്, വി. ശിവൻകുട്ടിക്ക് ധൈര്യമുണ്ടോ എറണാകുളം മണ്ഡലത്തിൽ മത്സരിക്കാൻ? പിണറായി വിജയന് ധൈര്യമുണ്ടോ ഹരിപ്പാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ? പിണറായി വിജയന് ധൈര്യമുണ്ടോ പുതുപ്പള്ളി മണ്ഡലത്തിൽ മത്സരിക്കാൻ? അങ്ങനെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ ആരെങ്കിലും വെല്ലുവിളിച്ച ചരിത്രമുണ്ടോ? അല്ലെങ്കിൽ ബി.ജെ.പിക്ക് സ്വാധീനമുള്ള കോൺഗ്രസും ബി.ജെ.പിയും നേർക്കൊന്നേർ ഏറ്റുമുട്ടുന്ന പാലക്കാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ ഈ വി. ശിവൻകുട്ടി തയ്യാറാകുമോ? പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തയ്യാറാകുമോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകുമോ? തൊട്ടപ്പുറത്ത് പിണറായി വിജയന്റെ ജില്ലയായ കണ്ണൂർ ജില്ലയ്ക്ക് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകുമോ? കാസർഗോഡ് തൊട്ടപ്പുറത്ത് മഞ്ചേശ്വരം മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറാകുമോ? ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവരവരുടെ മണ്ഡലങ്ങളുണ്ട്, അവരവർക്ക് സ്വാധീനമുള്ള മണ്ഡലമുണ്ട്. അവിടെ നേമത്ത് വന്ന് പ്രതിപക്ഷ നേതാവ് മത്സരിക്കാൻ തയ്യാറാകുമോ എന്ന് ചോദിക്കുന്ന വി. ശിവൻകുട്ടി മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേമത്തെ ബി.ജെ.പിയുടെ അക്കൗണ്ട് പൂട്ടിച്ച യഥാർത്ഥ അവകാശികൾ അത് CPM അല്ല, അത് കോൺഗ്രസ് ആണ്. പിന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെയും ബി.ജെ.പിയുടെ ആലയിൽ കെട്ടാൻ തുടങ്ങിയിട്ട് ഇതാദ്യമായിട്ടൊന്നല്ല. ഇത്തരം ആരോപണങ്ങൾ നേരത്തെ തന്നെ CPM ഉപയോഗിക്കുന്ന ടൂളാണ്. ആ ടൂൾ ഇനി കേരളത്തിൽ വിലപ്പോവില്ല. കേരളത്തിലെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും വി. ശിവൻകുട്ടി ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് സൗവർണയ്ക്ക് എന്താണ് മനസ്സിലാകുന്നത്? വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന കാര്യം അല്ലെങ്കിൽ ശിവൻകുട്ടി പറയുന്ന കാര്യം വളരെ ബാലിശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പറവൂർ MLA ആയിട്ടുള്ള വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് നേമത്ത് വന്ന് മത്സരിക്കണം. അവിടെ മത്സരിക്കാൻ വി.ഡി. സതീശൻ തയ്യാറാകുന്നില്ലെങ്കിൽ അത് ഈ പറയുന്ന പോലെ ബി.ജെ.പി കോൺഗ്രസ് കൂട്ടുകെട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ്. കേരളത്തിലെ പൊതുസമൂഹത്തിനറിയാം ആര് തമ്മിലാണ് കൂട്ടുകെട്ടുള്ളതെന്ന്. CJP എന്ന് വിളിക്കുന്നത് ഏത് ബന്ധത്താണെന്നൊക്കെ കേരളത്തിലെ പൊതുജനത്തിനറിയാം. ഈ പറയുന്ന പോലെ CPM BJP കൂട്ടുകെട്ട് പല വിഷയങ്ങളും നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ശബരിമല സ്വർണ്ണക്കൊള്ളയിലടക്കം BJP എടുക്കുന്ന നിലപാട്, ഒറ്റ രാത്രി കൊണ്ട് PM3 ഒപ്പുവെച്ച നിലപാട്, ഇതെല്ലാം തന്നെ ആര് തമ്മിലാണ് കൂട്ടുകെട്ടുള്ളത് എന്നറിയാം. ഈ പറയുന്ന പോലെ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കും എന്നൊരു വാർത്ത വരികയും ആ സമയത്ത് ഈ പറയുന്ന ശിവൻകുട്ടിയോട് ചോദിച്ചിരുന്നു, താങ്കൾ നേമത്ത് മത്സരിക്കുന്നുണ്ടോ എന്ന്. അപ്പൊ ആദ്യം പറഞ്ഞത് താൻ ഇനി മത്സര രംഗത്തേക്കില്ല എന്നും പിന്നീട് മാറ്റി പറയുകയാണ് ഉണ്ടായത്, പാർട്ടി പറയുന്ന സ്ഥലത്ത് മത്സരിക്കുന്നത്. എന്തുകൊണ്ടാണ് അന്ന് വി. ശിവൻകുട്ടി അങ്ങനെ ഒരു നിലപാടെടുത്തുന്നൊരു ചോദ്യമുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ചേട്ടൻ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന നേതാക്കൾക്കൊക്കെ അവർക്ക് സ്വാധീനമുള്ള ഒരു മണ്ഡലം ഉണ്ടായിരിക്കും. എല്ലാ പാർട്ടിയിലും അവർ സാധാരണഗതിയിൽ അവിടെയാണ് മത്സരിക്കാറ്. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായിട്ട് എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ആണ് മറ്റ് സ്ഥാനാർത്ഥികളെ പല മണ്ഡലങ്ങളിലും പരീക്ഷിക്കാറെന്ന് തോന്നുന്നു. ഈ പറയുന്ന പോലെ പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിലിനെ വടകര സ്ഥാനാർത്ഥിയാകുന്നു. നേമത്തെ BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ വേണ്ടി K. മുരളീധരനെ നേമത്ത് സ്ഥാനാർത്ഥിയാക്കുന്നു. ഇതൊക്കെ സാധാരണഗതിയിൽ കോൺഗ്രസ്സുകാരാണ് ചെയ്യുന്നത്. ഈ പറയുന്ന പോലെ CPM ഒരു തവണ അല്ലെങ്കിൽ LDF സാധാരണഗതിയിൽ അങ്ങനെ ഒരു രീതി തുടരാറില്ല അല്ലെങ്കിൽ ചെയ്യാറില്ല. ആ ഒരു സാഹചര്യത്തിലാണ് വി.ഡി. സതീശനെ വെല്ലുവിളിക്കുന്നത് ശിവൻകുട്ടി. ഈ പറയുന്ന പോലെ UDFന്റെ അല്ലെ ചേട്ടൻ പറഞ്ഞ എന്താണ്, കോൺഗ്രസിന്റെ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കാനാകുമോ എന്നാണ് ചേട്ടൻ ചോദിച്ചത്. ഇനി ഞാൻ ചോദിക്കട്ടെ, ലീഗിന്റെ ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ ലീഗിന് സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് ശിവൻകുട്ടി മത്സരിക്കോ? ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കോ? ഇവരാരും മത്സരിക്കില്ല. നമുക്കറിയാം, ഇപ്പൊ പറവൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വി.ഡി. സതീശനെ പറവൂരുകാർ കൈവിടില്ല. കാര്യം ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും തന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് വി.ഡി. സതീശൻ അവിടുത്തെ MLA ആയി തുടരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് പറവൂര് വിട്ടിട്ട് മറ്റൊരു സ്ഥലം നോക്കേണ്ടെന്നൊരു ചോദ്യമുണ്ട്. പുതുപ്പള്ളിയിൽ നിന്ന് ഉമ്മൻചാണ്ടിയെ മാറ്റണം എന്നൊരു ചർച്ച വരുമ്പോ പുതുപ്പള്ളിക്കാർ വൈകാരികമായി നേരിട്ട് നമ്മൾ കണ്ടതാണ്. അത്തരത്തിലായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായാൽ പോലും പറവൂരുകാര് നേരിടുക. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ശിവൻകുട്ടി ഇത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ പറയുന്ന പോലെ കഴിഞ്ഞ ദിവസം ശിവൻകുട്ടിക്കെതിരെ ഇപ്പൊ ഈ പ്രതിപക്ഷ നേതാവ് പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. അതിന് പകരമായിട്ടാണോ ഇത്തരമുള്ള ബാലിശമായ പ്രതികരണങ്ങൾ ശിവൻകുട്ടി നടത്തുന്നത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ കേരളത്തിലെ പൊതുജനത്തിനറിയാം, അല്ലെങ്കിൽ കേരളത്തിലെ സമൂഹത്തിനറിയാം, രാഷ്ട്രീയ കേരളത്തിനറിയാം ആരൊക്കെ തമ്മിലാണ് കൂട്ടുകെട്ടെന്ന്, ആരൊക്കെ തമ്മിലാണ് ഈ പറയുന്ന പോലെ ബന്ധമുള്ളതെന്ന്. അതുകൊണ്ട് തന്നെ ഇത്തരം ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വെല്ലുവിളിയൊക്കെ വെറും ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ വിദ്യാഭ്യാസ മന്ത്രി വീണ്ടും നാണം കെടാനുള്ള അവസരം അദ്ദേഹമായിട്ട് ഒരുക്കി കൊടുക്കുകയാണ്. സംഘപരിവാറിനെതിരെ സമാനതകളില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും സംഘികളാക്കി ചിത്രീകരിച്ച 4 വോട്ട് തട്ടാനാണ് CPM ശ്രമിക്കുന്നതെങ്കിൽ
അത് CPM-ന് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാകാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും ഉണ്ടായതിനേക്കാൾ ദയനീയ പരാജയമാണ് കേരളത്തിൽ വരാൻ പോകുന്നത് ഇത്തരം പ്രചരണം നടത്തിയാലെന്ന് CPM നേതാക്കന്മാർ തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും.